അപ്പം നമ്മൾ കെമിസ്ട്രി ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത്. 4ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണും, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെയാണ് പഠിച്ചത്. അറിയാതെ എല്ലാവരും പഠിച്ചു കാണും. നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്ന ക്രമം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന എങ്ങനെ? ആദ്യത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1s സബ്ഷെല്ലാണ്. 1sൽ എത്ര ഇലക്ട്രോൺ നിറയുന്ന പഠിച്ചത്? 2 1s2. പിന്നെ പറയുന്നത് 2s2, പിന്നെ പറയുന്നത് 2p6, പിന്നെ പറയുന്നത് 3s2 3p6. 3p6 കഴിഞ്ഞ് തൊട്ടടുത്ത എനർജി കൂടിയ സബ്ഷെൽ ഏതാണെന്നാണ് പഠിച്ചത്? 3p6 കഴിഞ്ഞാൽ 4s ആണ്. 4s2 3d10. ഞാൻ പറഞ്ഞിരുന്നു 3d10 വരെയാണ് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d1. 1s നിറയുന്നു. 1s നിറഞ്ഞു കഴിഞ്ഞ് 1sനേക്കാൾ തൊട്ടടുത്ത നെക്സ്റ്റ് എനർജി കൂടിയ നെക്സ്റ്റ് ഹയർ എനർജി ലെവലായ സബ് എനർജി ലെവലായ 2sലേക്ക് പോകുന്നു. 2s കഴിഞ്ഞ് 2p നമ്മൾ പഠിച്ചതല്ലേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 1. അപ്പം ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1ആണ്. എങ്ങനെയാണ് ഹൈഡ്രജന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്? അപ്പൊ ഹൈഡ്രജന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഹൈഡ്രജനകത്ത് എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് അറിയണം, അല്ലേ? അപ്പം അറ്റോമിക് നമ്പർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത് എങ്ങനെയാ? എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം, ഇതാണ് അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്ത് തന്നെയാ? അറ്റോമിക് നമ്പർ തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. ആ 1 ഇലക്ട്രോൺ പറയുന്നത് ഏത് സബ്ഷെല്ലായിരിക്കും? ഒന്നാമത്തെ സബ്ഷെല്ലിലായിരിക്കും, 1s സബ്ഷെല്ലിലായിരിക്കും. 1sൽ നിറയാൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം 1sൽ എത്ര ഇലക്ട്രോൺ നിറയും? 1s1. അപ്പം ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതായത് ഹൈഡ്രജനകത്ത് 1 ഇലക്ട്രോൺ ഉണ്ട്. ആ 1 ഇലക്ട്രോൺ ഒന്നാമത്തെ സബ്ഷെല്ലായ ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൽ, അതാണ് 1s. 1sൽ 1 ഇലക്ട്രോൺ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഹീലിയം നോക്കാം. എത്രയാണ് ഹീലിയത്തിന് അറ്റോമിക് നമ്പർ? 2 ആണ്. അപ്പം 1s2. അപ്പം 1s സബ്ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നിറയാനുള്ളത് ഏതാ? 1s പൂർണ്ണമായിട്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സബ്ഷെല്ല് പൂർണ്ണമായി നിറയുക, കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുക. ഒരു സബ്ഷെല്ല് ഇപ്പൊ 1s സബ്ഷെല്ലിന്റെ മാക്സിമം അക്കോമഡൻസ്, പരമാവധി 1sൽ 2 ഇലക്ട്രോണുകൾ നിറയാൻ പറ്റും. ആ 1s പൂർണ്ണമായി നിറഞ്ഞു. അതായത് ഒരു സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുക, പൂർണ്ണമായി നിറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ആറ്റത്തിന് എന്തുണ്ട്? സ്റ്റെബിലിറ്റി ഉണ്ട്. ആ ആറ്റത്തിന് എന്തുണ്ട്? സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പം ഒരു സബ്ഷെല്ല് പൂർണ്ണമായി നിറയുക എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിന് എന്തുണ്ട്? സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പം ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. 2 ഇലക്ട്രോൺ 1s സബ്ഷെല്ലിൽ നിറഞ്ഞു. അപ്പൊ 1s2 കോൺഫിഗറേഷൻ വന്നു. 1s2 കോൺഫിഗറേഷൻ വന്നു. ഷെല്ല് നോക്കിക്കഴിഞ്ഞാലോ ഫസ്റ്റ് ഷെല്ല് നിറഞ്ഞു. അപ്പം ഫസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡായി, അല്ലെങ്കിൽ ഒന്നാമത്തെ സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡായി. അപ്പൊ ആറ്റത്തിന് എന്തുണ്ടെന്ന് പറയും? നമ്മൾ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയും. ഓക്കെ, നമുക്കിനി അടുത്ത എലമെന്റിലേക്ക് പോകാം. അടുത്ത എലമെന്റ് ഏതാ? ഹൈഡ്രജൻ, ഹീലിയം കഴിഞ്ഞ് അറ്റോമിക് നമ്പർ 3 ഏതാ? ലിഥിയം. അറ്റോമിക് നമ്പർ 3, അറ്റോമിക് നമ്പർ 3. ഓക്കെ, അപ്പം 3 ഇലക്ട്രോണുകളുണ്ട്. ഒന്നാമത്തെ സബ്ഷെല്ല് 1s ആണ്. 1sൽ മൊത്തം 3 ഇലക്ട്രോൺ. 1sൽ നമുക്ക് എത്ര ഇലക്ട്രോൺ നിറയ്ക്കുക? 2 ഇലക്ട്രോൺ നിറയ്ക്കുക. അപ്പൊ 1s മൊത്തം നിറഞ്ഞു. ഇനി 1 ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്. ആ ഇലക്ട്രോൺ നിറയുന്നത് 2s സബ്ഷെല്ലിലേക്കാണ്. അപ്പം 2s നിറയും 1 ഇലക്ട്രോൺ. അപ്പം ലിഥിയം അറ്റോമിക് നമ്പർ 3 ആണ്. 1s2 2s1. 3 ഇലക്ട്രോണുകളെ 2 സബ്ഷെല്ലുകളിലാക്കി നിറച്ചിരിക്കുന്നു. അടുത്ത എലമെന്റ് ഏതാണ്? ലിഥിയം കഴിഞ്ഞ് ബെറിലിയം അറ്റോമിക് നമ്പർ 4. എങ്ങനെ വരും? 1s2 2s2. ഓക്കെ, ശ്രദ്ധിക്കുക. 2s2
രണ്ടാമത്തെ സബ്ഷെല്ല് കംപ്ലീറ്റ് നിറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ഇനി 2s സ്ഥലമില്ല, അടുത്ത സബ്ഷെല്ലിലേക്ക് പോകണം. അപ്പം ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ അറ്റോമിക് നമ്പർ 5 ആണ്. കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 5 ഇലക്ട്രോൺ ഉണ്ടല്ലോ. 2s സബ്ഷെല്ലും പൂർണ്ണമായിട്ട് നിറഞ്ഞു, 2 ഇലക്ട്രോൺ ആയില്ലേ. അപ്പം അടുത്ത ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് എങ്ങോട്ട് പോകണം? അടുത്ത സബ്ഷെല്ലായ 2p പോകണം. 2p1. ഓക്കെ, 2p1. അപ്പം 1s2 2s2 2p1. അപ്പം അടുത്ത അറ്റോമിക് നമ്പർ 6 ആണ്. ഏതാണ്? കാർബൺ. 1s2 2s2 2p പോകാൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? മൊത്തം 6 ഇലക്ട്രോൺ. 4 ഇലക്ട്രോൺ നിറഞ്ഞു കഴിഞ്ഞു, അടുത്ത 2 ഇലക്ട്രോൺ അവിടെ നിറയും, 2p നിറയും. ഓക്കെ, 2p2. അടുത്ത ഏതാണ്? നൈട്രജൻ അറ്റോമിക് നമ്പർ 7. കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p പറഞ്ഞോ, 2 4 2p3. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇത് നമുക്ക് ഇനി ഇതുപോലെ നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിനകത്ത് എഴുതണം. അറ്റോമിക് നമ്പർ 1 മുതൽ 20 വരെയുള്ള എലമെന്റിന്റെ കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ 1 മുതൽ 20 വരെയുള്ള എലമെന്റുകളുടെ എല്ലാം കോൺഫിഗറേഷൻ എഴുതണം. ചിലതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട ചിലതൊക്കെ നമുക്ക് ഇടപെട്ട് എഴുതാം. ഓക്കെ, നമുക്ക് സോഡിയം എന്ന് പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എഴുതി നോക്കാം. സോഡിയത്തിന്റെ സിമ്പൽ നിങ്ങൾക്ക് അറിയാം. എന്താണ് സോഡിയത്തിന്റെ സിമ്പല്? സോഡിയത്തിന് സിമ്പല് കിട്ടിയിരിക്കുന്നത് അതിന്റെ ലാറ്റിൻ നെയിമായ നേട്രിയത്തിൽ നിന്നാണ്. അപ്പൊ സോഡിയത്തിന്റെ സിമ്പൽ എന്താ? Na. സോഡിയത്തിന്റെ സിമ്പൽ എന്താണ്? Na. സോഡിയത്തിന്റെ ലാറ്റിൻ നെയിം നേട്രിയമാണ്. നേട്രിയം എന്ന പേരിൽ നിന്നാണ് സിമ്പൽ കിട്ടിയിരിക്കുന്നത്, പ്രതീകം കിട്ടിയിരിക്കുന്നത്. അപ്പം സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അറ്റോമിക് നമ്പർ 11 ആണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്തുകൂടി അറിയാൻ പറ്റും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് അറിയാൻ പറ്റും. സോഡിയം അറ്റോമിക് നമ്പർ 11. നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഒന്നാമത്തെ സബ്ഷെൽ 1s. 1sൽ 2 ഇലക്ട്രോൺ നിറയുന്നു, 1s2. അടുത്ത സബ്ഷെൽ 2s. 2s കംപ്ലീറ്റ് ആയിട്ട് നിറയുന്നു. ഓക്കെ, 1s നിറഞ്ഞു, 2s നിറഞ്ഞു. അടുത്ത സബ്ഷെൽ 2p. നോക്കുക, 11 ഇലക്ട്രോണുകളാണുള്ളത്, 4 എണ്ണം നിറഞ്ഞു. 2pയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ആണ്? 2pയിൽ 6 എണ്ണം. നോക്കിയേ, 11 ഇലക്ട്രോണുകൾ ഉണ്ട്. അതിനകത്ത് എത്ര എണ്ണം നമ്മൾ നിറച്ചു? 2 4 6 4 10 ഇലക്ട്രോണുകൾ നമ്മൾ നിറച്ചു കഴിഞ്ഞു. ഇനി ഒരു ഇലക്ട്രോൺ കൂടി നിറയണം. അടുത്ത സബ്ഷെൽ ഏതാ? 1s2 2s2 2p6. 3s സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ നിറയാനുണ്ട്? ഇവിടെ ആകെ 11 ഇലക്ട്രോൺ, 10 പേരെ നിറച്ചു കഴിഞ്ഞു. ബാക്കി ഒരു ഇലക്ട്രോൺ എവിടെ നിറയുന്നു? 3s നിറയുന്നു. ഓക്കെ, നമുക്കിനി അടുത്തൊരു എലമെന്റ് എഴുതി നോക്കാം. കാൽസ്യം അറ്റോമിക് നമ്പർ 20. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2. ശ്രദ്ധിച്ചേ, ആകെ 20 ഇലക്ട്രോൺ നമ്മൾ എന്താണ്? 1s 2 ഇലക്ട്രോൺ നിറച്ചു, 2s 2 ഇലക്ട്രോൺ നിറച്ചു, 2pയിൽ 6 ഇലക്ട്രോൺ നിറച്ചു, 3s 2 ഇലക്ട്രോൺ നിറച്ചു. അടുത്ത സബ്ഷെൽ ഏതാ? അടുത്ത സബ്ഷെല്ലിൽ ഇപ്പോൾ ഇലക്ട്രോൺ ഉണ്ടോ? ആകെ 20 ഇലക്ട്രോൺ നമ്മൾ 12 വരെ നിറച്ചു കഴിഞ്ഞു. 3p സബ്ഷെൽ എടുത്തു. നോക്കിയേ, 20 ഇലക്ട്രോൺസ് ഉണ്ട്. 6 6 4 10 2 12. 2pയിൽ പോകാൻ ഇലക്ട്രോണുകളുണ്ട്. 3p6. ഇനി എന്നെ നോക്കണം. 20 ഇലക്ട്രോണിൽ നമ്മൾ എത്ര എണ്ണം നിറച്ചു കഴിഞ്ഞു? 18 എണ്ണം നിറച്ചു. അടുത്ത സബ്ഷെൽ ഏതാ? 3p സബ്ഷെൽ നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിറയുന്ന സബ്ഷെൽ ഏതാണ്? 4s ആണ്. അപ്പം 4sലേക്ക് എത്ര ഇലക്ട്രോൺ പോയിടുന്നു? നോക്കിയേ, 4sലേക്ക് പോകാൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ആകെ 20 ഇലക്ട്രോൺ. 18 പേര് നമ്മൾ നിറച്ചു കഴിഞ്ഞു. ബാക്കി 2 ഇലക്ട്രോൺ എവിടെ നിറയും? 4s നിറയും. ഓക്കെ, അപ്പം കാൽസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വന്നു? 1s2 2s2 2p6 3s2 3p6 4s2. ഓക്കെ, 20 ആയല്ലോ. അപ്പം അത്യാവശ്യം എന്താണ്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കറിയാം. നമ്മൾ ഇനി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് പറഞ്ഞ് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു മേഖലയെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, അടുത്ത മേഖല ഇതാണ്. അറ്റോമിക് നമ്പർ 21 to 30. അറ്റോമിക് നമ്പർ 21 to 30 അതിനെക്കുറിച്ചാണ്, അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നമുക്ക് ആദ്യം 21 മുതൽ 30 വരെയുള്ള എലമെന്റുകളുടെ പേരും സിമ്പലും നിങ്ങൾക്ക് അറിയാം. നമുക്ക് എഴുതി നോക്കാം. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. SC സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. നമുക്ക് എഴുതി നോക്കാം.
1s2, 2s2, 2p6, 3s2, 3p6. നോക്കിയേ 21 ഇലക്ട്രോണുകളുണ്ട്. 3p6 വരെ നിറച്ചപ്പോഴത്തേക്കും 18 എണ്ണമായി. അടുത്ത സബ്ഷെൽ ഏതാ? 4s സബ്ഷെല്ലാണ്. 4s2 നാലാണുണ്ടല്ലോ, 20 അല്ലേ ആവുള്ളൂ. അടുത്ത സബ്ഷെല്ല് ഏതാണ്? ഒരു ഇലക്ട്രോണും കൂടി നമുക്ക് നിറയ്ക്കാനുണ്ട്. 21 ഇലക്ട്രോണുകൾ മൊത്തമുണ്ട്, സ്കാൻഡിയത്തിലുണ്ട്. അതിനകത്ത് 20 ഇലക്ട്രോണുകൾ നമ്മൾ നിറച്ചു കഴിഞ്ഞു. അടുത്ത സബ്ഷെൽ ഏതാണ്? എനർജി. 4s കഴിഞ്ഞ് തൊട്ടടുത്ത എനർജി കൂടി സബ്ഷെൽ ഏതാ? 3d സബ്ഷെൽ അല്ലേ? അപ്പൊ 3ഡിയിലേക്ക് പോകാൻ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പം 3d1 എന്ന് വരും. അപ്പം സ്കാൻഡിയത്തിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വന്നു? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. ഓക്കെ, നമ്മളിപ്പോ എനർജിയുടെ ഓർഡറിലല്ലേ എഴുതിയിരിക്കുന്നത്. 3p6 എന്ന് പറയുന്ന സബ്ഷെല്ല് കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകേണ്ട തൊട്ടടുത്ത ഊർജം കൂടി നെക്സ്റ്റ് എനർജി ലെവൽ, നെക്സ്റ്റ് ഹയർ എനർജി ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? 4s ആണ്. 4s നിറഞ്ഞ ശേഷം മാത്രമാണ് എന്ത് പറയുന്നത്? 3d നിറയുന്നത്. അത് നമുക്കറിയാം, എനർജിയുടെ ഓർഡറിലാണ് ഇലക്ട്രോൺ നിറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ? എനർജിയുടെ ഓർഡറിലാണ് ഇലക്ട്രോൺ നിറയുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നോക്കിയേ, മൂന്നാമത്തെ ഷെല്ല് 3s ഉം 3p ഉണ്ട്. 4s നിറഞ്ഞ ശേഷം മാത്രമല്ലേ മൂന്നാമത്തെ ഷെല്ലിലെ 3d നിറഞ്ഞത്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇലക്ട്രോൺ നിറയുന്ന ഓർഡർ നമുക്കറിയാം എനർജിയുടെ ഓർഡറാണ്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുത്തിയാണ് നമ്മൾ എഴുതാൻ. 3s2, 3p6 കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇലക്ട്രോൺ പോകുന്ന 4sലേക്കാണെന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ 3d സബ്ഷെല്ലും കൂടി ഇതിനോട് ചേർത്ത് എഴുതണം. കാര്യം ഷെല്ലിന്റെ ഓർഡർ, ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല് ഉണ്ടല്ലോ. തേർഡ് ഷെല്ല് 3d അല്ലേ? 3d, അത് കഴിഞ്ഞ് 4s. ഓക്കെ, ഇനി നോക്കിയേ 3d1, 4s. അതായത് നമ്മൾ എന്തുവാ പറഞ്ഞു വന്നത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത് എന്തിന്റെ ഓർഡറിലാണ്? ഇലക്ട്രോൺ ഫിൽ ആവുന്നത് എനർജിയുടെ ഓർഡറിലാണ്. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ആ ഷെൽ വൈസ് ഓർഡർ നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അതായത് സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 ആണ്. ആ 21 അറ്റോമിക് നമ്പർ 21 ഉള്ള സ്കാൻഡിയത്തിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതും? ശ്രദ്ധിച്ചിരിക്കണം. 1s2, 2s2, 2p6, 3s2, 3p6. നമുക്കറിയാം 3p6 കഴിഞ്ഞ് അടുത്തതായിട്ട് ഇലക്ട്രോൺ നിറയാൻ പോകുന്ന 4sലാണ്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതണോ? നമ്മൾ പഠിച്ചത് 3d എഴുതണം. 3d വെറുതെ എഴുതിയിട്ടിരിക്കുക, ഇലക്ട്രോൺ ഫില്ല് ചെയ്യണ്ട. 3p6 കഴിഞ്ഞ് 3d എഴുതിയിട്ടിരിക്കുക, 4s നിറയ്ക്കുക. 4s നിറഞ്ഞ ശേഷം നിറച്ച ശേഷം 3d നിറയ്ക്കുക. ഓക്കെ, അപ്പം എന്താണ്? എനർജിയുടെ ഓർഡറിൽ 3p6 എന്ന് പറയുന്ന സബ്ഷെല്ല് കഴിഞ്ഞിട്ടാണ് 4s നിറയുന്നത്. 4s നിറഞ്ഞ ശേഷമാണ് ആര് നിറയുന്നത്? 3d നിറയുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എന്തിന്റെ ഓർഡർ കീപ്പ് ചെയ്യണം? ഷെല്ലിന്റെ ഓർഡർ കീപ്പ് ചെയ്യണം. ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല് എന്നുള്ള ഓർഡർ കീപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത് എഴുതാം. ടൈറ്റാനിയം അറ്റോമിക് നമ്പർ 22. കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3p6 കഴിഞ്ഞ് 4sലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? 3d എഴുതിയിട്ടിട്ട് 4s നിറയ്ക്കും. 4s നിറച്ചപ്പോഴത്തേക്ക് 20ആയി. ഇനി 3d നിറയാൻ എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. എണ്ണി നോക്കണം. 2 2 4, 6 4 10, 12 6 18 2 22 22. ഓക്കെ, ആയിക്കഴിഞ്ഞു. ഇപ്പൊ ടൈറ്റാനിയം 22. അടുത്തത് ഏതാണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനഡിയം 23. എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞ് 3d സബ്ഷെല്ല് നമ്മൾ എഴുതിയിട്ടു. 4s നിറച്ചിട്ട് വന്നു, 3d നിറച്ചു, 3d3. അപ്പം കോൺഫിഗറേഷൻ അവസാനിച്ചത് അവസാനത്തെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേർഡ്, അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞ സബ്ഷെല്ല് ഏതാ? 3d. ഓർത്തിരുന്നോണം. നമ്മൾ നോക്കുമ്പോൾ 4s ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ 4s അല്ല. അവസാനത്തെ ഇലക്ട്രോൺ നിറഞ്ഞ സബ്ഷെല്ല് ഏതാ? 3d സബ്ഷെല്ലാണ്. ഓക്കെ, നമ്മൾ ഇനി അറ്റോമിക് നമ്പർ 24, ക്രോമിയം 24. ഇത് നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് പഠിക്കേണ്ട സാധനമാണ്. അതിപ്പോ നമ്മൾ എഴുതുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 24 എഴുതാതെ 24 അറ്റോമിക് നമ്പർ 24 നമ്മൾ സ്കിപ്പ് ചെയ്തു പോയി. നമ്മൾ എന്ത് എഴുതുന്നു? 25 എഴുതുന്നു. ഏതാ 25? മാംഗനീസ് 25. സ്കാൻഡിയം, ടൈറ്റാനിയം, വനഡിയം, ക്രോമിയം ആണ് 24. അത് നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് പ്രത്യേകം പഠിക്കും. അടുത്ത് നമ്മൾ മാംഗനീസ് എഴുതുന്നു. മാംഗനീസിന്റെ കോൺഫിഗറേഷൻ എഴുതുന്നു. അറ്റോമിക് നമ്പർ 25. അതായത് 25 ഇലക്ട്രോണുകൾ നമ്മൾ നിറയ്ക്കുകയാണ്. 1s2, 2s2, 2p6,
3s2 3p6 3d നമ്മൾ സബ്ഷനിൽ എഴുതിയിട്ടു 4s നിറച്ചിട്ട് വന്ന് 3d നിറയുന്നു 3d 5 ഇലക്ട്രോൺ. ഓക്കെ, അടുത്ത ഏതാ 26 സ്കാൻഡിയം ടൈറ്റാനിയം വനഡിയം ക്രോമിയം മാംഗനീസ്. അടുത്ത 26 അയൺ. 26 ഏതാണ് അയൺ. 26 ഇലക്ട്രോണുകൾ നിറയ്ക്കുന്നു 1s2 2s2 2p6 3s2 3p6 3d സബ്ഷനിൽ നമ്മൾ എഴുതിയിട്ടു 4s നിറച്ചിട്ട് വന്ന് ആര് നിറയ്ക്കുന്നു 3d നിറയ്ക്കുന്നു. അപ്പം 3dയിൽ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലായത് 3d സബ്ഷനിലാണ് 6 ഇലക്ട്രോൺ. അടുത്ത ഏതാ മാംഗനീസ് ആയും കഴിഞ്ഞ് നിക്കൽ 27 27 ഇലക്ട്രോൺ നിറയ്ക്കുന്നു 1s2 2s2 2p6 3s2 3p6 3d സബ്ഷനിൽ എഴുതിയിടുന്നു 4s നിറഞ്ഞിട്ട് 3d നിറയ്ക്കുന്നു 3d7. ഓക്കെ, അപ്പം നിക്കലിന്റെ കോൺഫിഗറേഷൻ ആയി. അടുത്ത ഏതാണ് അയൺ നിക്കൽ. സോറി 27 നിക്കൽ അല്ല കേട്ടോ, കൊബാൾട്ട് ആണ്. കൊബാൾട്ട് ആണ് 27 കൊബാൾട്ട്. കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27 കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d7 4s2. ഓക്കെ, അടുത്ത അറ്റോമിക് നമ്പർ 28. അറ്റോമിക് നമ്പർ 28 അപ്പം കൃത്യമായിട്ട് ഇതെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ കാണണം, എഴുതി പഠിക്കണം. അപ്പൊ നമ്മൾ അറ്റോമിക് നമ്പർ 28ലേക്ക് പോവുകയാണ്. അറ്റോമിക് നമ്പർ 28 അപ്പൊ നോക്കിക്കോ, അറ്റോമിക് നമ്പർ 28 ആണ് നിക്കൽ. 27 കൊബാൾട്ട് 28 നിക്കൽ. ഇങ്ങനെ വരും 28 ഇലക്ട്രോണുകൾ നമ്മൾ നിറയ്ക്കാൻ പോവാണ്. 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞ് 3d സബ്ഷനിൽ നമ്മൾ എഴുതിയിട്ടു 4s നിറഞ്ഞിട്ട് 3d നിറയുന്നു. 3d നിറയാൻ എത്ര ഇലക്ട്രോൺ കാണും? 28 ഇലക്ട്രോണുകളുണ്ട് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ. നമ്മൾ എത്ര ഇലക്ട്രോൺ നിറച്ചു? 10 19 20 ഇലക്ട്രോണുകൾ നിറച്ചു. ബാക്കി 8 ഇലക്ട്രോണുകൾ 3d സബ്ഷനിൽ നിറയുന്നു. ഓക്കെ, നമ്മൾ അടുത്ത 29ാമത്തെ എലമെന്റ് കോപ്പർ ആണ്. കോപ്പർ 29. കോപ്പർ നമ്മൾ സ്പെഷ്യൽ കേസ് ആയിട്ട് പഠിക്കുന്ന സാധനമാണ്. അത് മാറ്റി വെക്കുക, സ്കിപ്പ് ചെയ്ത് നമുക്ക് 30 അറ്റോമിക് നമ്പർ 30 സിങ്ക് ആണ്. സിങ്കിന്റെ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞ് 3d സബ്ഷനിൽ കഴിഞ്ഞിട്ട് 4s നിറച്ചു. 3d എത്ര ഇലക്ട്രോൺ നിറയാനുണ്ട്? ബാക്കി 10. ഓക്കെ, ഇതിനകത്ത് നമ്മൾ 2 എലമെന്റുകൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയില്ലേ? ഏതൊക്കെയായിരുന്നു? അറ്റോമിക് നമ്പർ 24 ക്രോമിയവും അറ്റോമിക് നമ്പർ 24 ആയിട്ടുള്ള ക്രോമിയവും 29 ആയിട്ടുള്ള കോപ്പറും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയില്ലേ? ഓക്കെ, നമുക്ക് ആദ്യം എന്തിന്റെ എഴുതി നോക്കാം? ക്രോമിയത്തിന്റെ എഴുതി നോക്കാം. ക്രോമിയം 24 സാധാരണ പോലെ നമുക്ക് എഴുതാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 24 ആണ്. 24 ഇലക്ട്രോണുകളുണ്ട്. ഒന്നാമത്തെ സബ്ഷെൽ 1s 1sൽ 2 ഇലക്ട്രോൺ 1s2. അടുത്ത സബ്ഷെൽ 2s 2s2 2p6 3s2 3p6 3p സബ്ഷെൽ നിറഞ്ഞു കഴിഞ്ഞാൽ 4s ആണ് നിറയുന്നത്. എന്നാൽ നമ്മൾ 3d ഷെൽ വൈസ് ഓർഡർ കീപ്പ് ചെയ്യാൻ 3d എഴുതണം. 3d എഴുതുന്നു, 4s നിറച്ചു 4s2. എന്നിട്ട് 3dയിലേക്ക് എത്ര ഇലക്ട്രോൺ നിറയും? 4 ഇലക്ട്രോൺ നിറയും. ഇങ്ങനെയല്ലേ സാധാരണ രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്? ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം, അതാണ് നമ്മൾ സ്പെഷ്യൽ കേസ് ആയിട്ട് പഠിക്കുമെന്ന് പറഞ്ഞത്. ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ അല്ല വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസത്തിന് കാരണമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി പഠിക്കാൻ പോകും. നമുക്ക് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന്റെ കാര്യം എടുക്കുക. ഡി സബ്ഷെല്ലിൽ പരമാവധി നിറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 അല്ലേ? ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന മാക്സിമം അക്കോമഡൻസ് അല്ലെങ്കിൽ മാക്സിമം 10 ഇലക്ട്രോണുകളെ നമുക്ക് ഡി സബ്ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയൂ.
അപ്പം ഡി സബ്ഷെല്ല് പൂർണ്ണമായി നിറയുക എന്ന് പറഞ്ഞാൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുക എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺ നിറയുക എന്നല്ലേ അർത്ഥം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഒരു സബ്ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ആവുക എന്ന് പറഞ്ഞാൽ അതിന് എന്ത് കിട്ടിയെന്ന് കൂടി അർത്ഥമുണ്ട്, സ്റ്റെബിലിറ്റി കിട്ടിയെന്നുകൂടി എന്നുകൂടി അത് മീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഡി സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുക എന്ന് പറഞ്ഞാൽ ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോണുകൾ വരിക. അപ്പം ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ വരുമ്പോൾ അതിന് എന്ത് കിട്ടും, കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി കിട്ടുന്നു. എന്ത് കിട്ടുന്നു, കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി കിട്ടുന്നു. അപ്പം ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ നിറയുക അല്ലെങ്കിൽ D10 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ, D10 എന്ന് പറയുന്ന ഇലക്ട്രോൺ വിന്യാസം വരുമ്പോൾ ആ മൂലകത്തിന് കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സ്ഥിരത ലഭിക്കുന്നു. ഇങ്ങനെയല്ലേ അർത്ഥം, പൂർണ്ണമായ സ്ഥിരത ലഭിക്കുന്നു എന്നല്ലേ അർത്ഥം അല്ലേ. അപ്പം ഡി സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുന്നു, പൂർണ്ണമായി നിറയുന്നു. മൊത്തം നിറയുമ്പോൾ അതിനൊരു കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി കിട്ടുന്നു, പൂർണ്ണമായ സ്ഥിരത ലഭിക്കുന്നു. അപ്പൊ നമുക്ക് ഡി സബ്ഷെല്ല് പകുതി നിറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ, D5. ഡി സബ്ഷെല്ല് പകുതി നിറഞ്ഞ അവസ്ഥ, ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ്. ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റ് ആണ്, പൂർണ്ണമായി നിറഞ്ഞ അവസ്ഥയാണ്. എന്നാൽ D5 എന്ന് പറയുമ്പോൾ 10ന്റെ പകുതിയല്ലേ 5, അതായത് എന്ത്, ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ്. ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് അല്ലേ. ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് ആകുമ്പോൾ അതിന് എന്ത് കിട്ടും, ഒരു ഹാഫ് സ്റ്റെബിലിറ്റി കിട്ടുന്നു. D10 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അപ്പോൾ കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു. D5 എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡ് ആണ്, ഭാഗികമായി മാത്രമേ നിറയുന്നുള്ളൂ, പകുതി മാത്രമേ നിറയുന്നുള്ളൂ. അപ്പോൾ അതിനൊരു ഹാഫ് സ്റ്റെബിലിറ്റി കിട്ടുന്നു. ഏതാ, ഭാഗികമായ സ്ഥിരത എന്ന് നമ്മൾ പറയും. അപ്പം D10 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുമ്പോൾ കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി, പൂർണ്ണമായ സ്ഥിരത ലഭിക്കുന്നു. D5 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ പകുതി നിറഞ്ഞ അവസ്ഥയാണ്, ഹാഫ് ഫിൽഡ് ആണ്, ഹാഫ് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു, അല്ലെങ്കിൽ ഭാഗികമായ സ്ഥിരത ലഭിക്കുന്നു. ഭാഗികമായ സ്ഥിരത അല്ലെങ്കിൽ പകുതി നിറഞ്ഞ അവസ്ഥയിൽ ലഭിക്കുന്ന പകുതി സ്ഥിരത എന്ന് നമുക്ക് പറയാം. ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ്, അപ്പോൾ ഹാഫ് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു, ഭാഗികമായ സ്ഥിരത ലഭിക്കുന്നു. അപ്പം കംപ്ലീറ്റ്ലി D10 എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി, D5 പകുതി നിറഞ്ഞ അവസ്ഥയിൽ എന്താണ്, ഹാഫ് സ്റ്റെബിലിറ്റി. ഇതേപോലെ തന്നെ വരുന്ന മറ്റൊരു കേസ് ഉണ്ട്, എഫ് സബ്ഷെല്ലിന്റെ കേസ്. എഫ് സബ്ഷെല്ലിൽ മാക്സിമം 14 ഇലക്ട്രോണുകളാണ് ഏറ്റവും മാക്സിമം നിറയുന്നത്. അപ്പം F14 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണല്ലോ. കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോൾ കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു. ഈ F7 പകുതി നിറയല്ലേ. F7 എന്ന് പറഞ്ഞാൽ പകുതി നിറയുന്ന അവസ്ഥയല്ലേ. ആ പകുതി നിറയുന്ന അവസ്ഥയിലാണ് എന്ത് ലഭിക്കുന്നു, ഹാഫ് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു, ഭാഗികമായ സ്ഥിരത ലഭിക്കുന്നു. അപ്പം നമ്മൾ ഇനി ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അടുത്ത മറ്റൊരു പോയിന്റ് നമ്മൾ പറയുന്നത് സബ്ഷെല്ലുകളുടെ എനർജിയുടെ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. 1s എനർജി കൂടുതലാണ് 2s-ന്, 2s എനർജി കൂടുതലാണ് 2p-ക്ക്, 2p കഴിഞ്ഞ് 3s, 3p, 3d, 4s അല്ലേ. എന്നാൽ മറ്റ് സബ്ഷെല്ലുകളുടെ എനർജി ഡിഫറൻസ്, അതായത് 1s-ഉം 2s-ഉം തമ്മിലുള്ള എനർജി ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബാക്കി എല്ലാ സബ്ഷെല്ലുകൾക്കിടയിൽ തന്നെ നല്ലൊരു എനർജി ഡിഫറൻസ് ഉണ്ട്. എന്നാൽ 3d, 4s എന്നീ സബ്ഷെല്ലുകൾ നമ്മൾ പരിശോധിച്ചാൽ, 3d, 4s എന്നീ സബ്ഷെല്ലുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം എനർജി കൂടിയ സബ്ഷെല്ല് ഏതാ, 3p സബ്ഷെല്ല് കഴിഞ്ഞിട്ട് 3p കഴിഞ്ഞിട്ട് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എങ്ങോട്ടാ, നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു, 3p കഴിഞ്ഞിട്ട് 3pയേക്കാൾ എനർജി കൂടിയ സബ്ഷെല്ലാണ് 4s കഴിഞ്ഞിട്ടാണ് ആർക്ക് എനർജി, 3dക്ക് എനർജി അല്ലേ. അപ്പം നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന പോയിന്റ് വേറെ ഒന്നുമല്ല, 4s-ന്റെയും 3dയുടെയും എനർജി ഡിഫറൻസിനെ കുറിച്ചാണ്. 4s-ന്റെയും 3dയുടെയും എനർജി ഡിഫറൻസിനെ കുറിച്ചാണ്. 4s-ന്റെയും 3dയുടെയും എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവർ തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. 4s-നേക്കാൾ ഒരുപാട് എനർജി 3dക്ക് കൂടുതലില്ല. അതായത് ഡിഫറൻസ് എന്താണ്, വളരെ കുറവാണ്. അപ്പം നമുക്ക് ഇവര് എന്താണ്, സെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ല, അപ്രോക്സിമേറ്റ്ലി സെയിം എന്ന് പറയാം. ഡിഫറൻസ് വളരെ കുറവാണെന്ന് പറയാം. 4s-ഉം 3dയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് മറ്റ് സബ്ഷെല്ലുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പം നമ്മൾ സെയിം അല്ല, എന്നാൽ എന്താണ്, ഏകദേശം ഒരേപോലെയാണ്, തുല്യമാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒരു ഷെല്ല് കംപ്ലീറ്റ് നിറയുമ്പോൾ, ഒരു സബ് ഷെല്ല് കംപ്ലീറ്റ് നിറയുമ്പോൾ കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു,
ഭാഗികമായി നിറയുന്നു, പകുതി നിറയുമ്പോൾ പകുതി സ്റ്റെബിലിറ്റി ലഭിക്കുന്നു അല്ലേ. അപ്പം ഇവിടെ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാം. 3D ഫോറസ്, ഈ രണ്ട് സബ്ഷെല്ലുകളുടെ എനർജി ഡിഫറൻസ് കുറവാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 3D എന്ന് പറയുന്ന സബ്ഷെല്ല് 10 ആവുമ്പോൾ 3D10 കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി ആണ്, 3D5 ഹാഫ് സ്റ്റെബിലിറ്റി ആണ്. നിങ്ങൾ ഇവിടുത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3D എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഇല്ലേ, ഒരു ഇലക്ട്രോണും കൂടി കിട്ടിയാൽ 3D5 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആകത്തില്ലേ. 3D5 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആകും, 3Dക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടും. പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫോറസിന്റെയും 3Dയുടെയും എനർജി ഡിഫറൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ എനർജി ഏകദേശം സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യും, എന്താണ് ഇവിടെ സംഭവിക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. എന്താണ് ആ വ്യത്യാസം? ഫോറസ് സബ്ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ ഉള്ള ഫോറസിൽ നിന്നും ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് വരും, 3Dയിലേക്ക് വരും അല്ലേ. അപ്പം കോൺഫിഗറേഷൻ എങ്ങനെ മാറും, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസമായി അല്ലെ, ചെറിയൊരു വ്യത്യാസം സംഭവിച്ച് എങ്ങനെ വരുന്നു, 1s2 2s2 2p6 3s2 3p6 3D നമ്മൾ എഴുതിയിട്ടു. ഫോറസിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. 3D എന്ന് പറയുന്ന സബ്ഷെല്ലിന് ഹാഫ് സ്റ്റെബിലിറ്റി ലഭിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോണിനെ ഫോറസ് ഇങ്ങോട്ട് കൊടുത്തു. അപ്പം 3D എത്ര ഇലക്ട്രോൺ ആയിപ്പം അത് നമ്മൾ എഴുതണ്ട, 3Dയിലെ കാര്യം ഇപ്പൊ എഴുതണ്ട. ഫോറസിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഒരെണ്ണം 3D കൊടുത്തു. അപ്പൊ ഫോറസിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, ഫോറസ് 1. 3Dയിൽ നേരത്തെ 4 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഒരു ഇലക്ട്രോണിനെ ഫോറസ് കൊടുത്തു. അപ്പം കോൺഫിഗറേഷൻ എങ്ങനെ മാറും, 3D5 എന്നാവും. അപ്പോൾ ക്രോമിയത്തിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഏതാ, ഇതാണ്. സ്ഥിരത കൂടിയ, സ്റ്റെബിലിറ്റി കൂടിയ സ്ഥിരത കൂടിയ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഏതാണ്, ഇതാണ് എഴുതേണ്ടത്. 1s2 2s2 2p6 3s2 3p6 3d5 4s1. അത് ഇവിടാണ് വ്യത്യാസം സംഭവിച്ചത്. 4s ഒരു ഇലക്ട്രോണിനെ 3Dക്ക് കൊടുത്തു, 3d5 4s1. ഇനി എന്താണ് ഇതിന്റെ റീസൺ ആയിട്ട് നമ്മൾ പഠിച്ചത്, 3d5 എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് ആണ്. ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇനി എന്തുകൊണ്ടാ ഫോറസ് മാത്രം 3Dക്ക് ഇലക്ട്രോണിനെ കൊടുത്ത് ബാക്കി സബ്ഷെല്ലുകളൊന്നും അങ്ങനെ ചെയ്തില്ലല്ലോ. ഫോറസും 3Dയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഏകദേശം സെയിം എനർജിയാണുള്ളത്. അതുകൊണ്ടാണ് ഫോറസ് ഒരു ഇലക്ട്രോണിനെ 3D കൊടുത്തത്. അപ്പം ക്രോമിയത്തിന്റെ എന്താണ് സ്റ്റെബിലിറ്റി ഉള്ള സ്റ്റേബിൾ കോൺഫിഗറേഷൻ, സ്റ്റേബിൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ് വരുന്നത്. 3d5 4s1 അവസാനിക്കും. ഇതേ കേസ് തന്നെയാണ് നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞ് മാറ്റിയിട്ടില്ലായിരുന്നോ. കോപ്പർ 29 അറ്റോമിക് നമ്പർ, കോപ്പർ 29 അല്ലേ. എന്തായിരുന്നു, നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യും, സാധാരണ രീതി നമ്മൾ എങ്ങനെ എഴുതും, 1s2 2s2 2p6 3s2 3p6 പറഞ്ഞോ, 3D എഴുതിയിട്ടു, 4s നിറച്ചു, 4s2 പിന്നെ 3D9. ഇങ്ങനെയല്ലേ നമ്മൾ നോർമലായിട്ട് എഴുതുന്നത്. അപ്പം ഇവിടെയും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും 4s ഉം 3D അടുത്തടുത്ത് വന്നിരിക്കുന്നു അല്ലേ. 3D സബ്ഷെല്ലിൽ 9 ഇലക്ട്രോൺ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി. ഒരു ഇലക്ട്രോണും കൂടി കിട്ടിയാൽ കോപ്പറിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടത്തില്ലേ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ 4sൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും, 3Dയിലേക്ക് വരും. അപ്പം കോപ്പറിന്റെയും സ്റ്റേബിൾ കോൺഫിഗറേഷൻ എങ്ങനെയാണ്, 1s2 2s2 2p6 3s2 3p6 3D നമ്മൾ എഴുതിയിട്ടു. ഫോറസിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, 4s1. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട്, ഒരു ഇലക്ട്രോൺ 9 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഫോറസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വന്നപ്പോൾ 3D10 ആയി. അപ്പം കോപ്പറിന്റെയും സ്റ്റേബിൾ കോൺഫിഗറേഷൻ, സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെഴുതണം, 1s2 2s2 2p6 3s2 3p6 3d10 4s1. ഓക്കെ. അപ്പം പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സ്റ്റേബിൾ കോൺഫിഗറേഷൻ എഴുതുക. അപ്പൊ നമുക്ക് ഇതൊന്നും കൂടി പറയാം. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്പെഷ്യൽ കേസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ക്രോമിയം അറ്റോമിക് നമ്പർ എത്രയാണ്, 24. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, 1s2 2s2 2p6 3s2 3p6 അല്ലേ. നമ്മൾ പറഞ്ഞ എന്താ, 3D നമ്മൾ എഴുതിയിട്ടു, 4s2 3D 4 എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ഇങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ
പഠിച്ചു തന്നത്. പക്ഷേ വ്യത്യാസം എന്താണ്? 3D സബ്ഷെല്ലിന് ഹാഫ് സ്റ്റെബിലിറ്റി ലഭിക്കും. എപ്പോഴാണ്? 3D 5 ഇലക്ട്രോൺ ആയാൽ. 3Dയുടെ ഫോറസിന്റെ എനർജി നമ്മൾ കമ്പയർ ചെയ്താൽ ഏകദേശം സെയിം ആണ്. അതായത് ഫോറസിൽ നിന്ന് 3Dയിലേക്ക് വേണമെങ്കിൽ ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? ക്രോമിയത്തിനൊരു ഹാഫ് സ്റ്റെബിലിറ്റി, ഭാഗികമായ സ്ഥിരത ലഭിക്കാൻ ഫോറസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ 3Dയിലേക്ക് കൊടുക്കുന്നു. കൊടുത്ത ആ കോൺഫിഗറേഷൻ ആണ് നമ്മൾ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിട്ട് പഠിക്കുന്നത്. 1s2, 2s2, 2p6, 3s2, 3p6. ഫോറസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു. അപ്പം 3D എത്ര ആയി? 5 ആയി. ഫോറസിൽ എത്ര എണ്ണമായി? 4s1, 3D 5. അപ്പം ക്രോമിയത്തിന്റെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സ്റ്റേബിൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. ഓക്കെ. കോപ്പറിന്റെയും ഇതുപോലെ തന്നെയാണ്. 29 ആണ് കോൺഫിഗറേഷൻ. 1s2, 2s2, 2p6, 3s2, 3p6, 3d 4s നിറച്ചിട്ട് 3d9. ഓക്കെ. ഇങ്ങനെയായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഫോറസിൽ ഒരു ഇലക്ട്രോൺ 3D കൊടുക്കും. അപ്പം 1s2, 2s2, 2p6, 3s2, 3p6. ഫോറസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ അത് 3d10 ആവും. ഫോറസ് എത്രയാവും? 4s1 ആവും. അപ്പോൾ കോപ്പറിന്റെയും സ്റ്റേബിൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നു? 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മൾ 1 മുതൽ 30 വരെയുള്ള എലമെന്റുകളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പഠിച്ചത്. നോട്ട്ബുക്കിൽ വളരെ കൃത്യമായി ഇതെല്ലാം 1 മുതൽ 30 വരെയുള്ള കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി നോക്കണം. ഇന്ന് തന്നെ പഠിക്കണം. ഇന്ന് തന്നെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സായി പോകും. വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഉണ്ട്. അതുപോലെ ഗ്രൂപ്പിൽ നമുക്ക് ചാനലിൽ ചർച്ച ചെയ്യും. ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വൃത്തിയായിട്ട് പഠിക്കണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പഠിച്ചത് 1 മുതൽ 30 വരെ. സ്പെഷ്യൽ കേസായിട്ട് പഠിച്ചത് ക്രോമിയവും കോപ്പറും. ഓക്കെ. താങ്ക് യു.